നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യ വാർത്തയിലേക്ക്. പാകിസ്ഥാനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ മാനവികതയ്ക്ക് എതിരാണെന്നും കശ്മീരിന്റെ വികസനം തടയാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കശ്മീരിലെത്തിയത്. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി ഒരു മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതത്തിന്റെ ശേഷി വ്യക്തമാക്കിയെന്ന് ഖത്രയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മാനവികതയുടെ എതിർപക്ഷത്താണ് പാകിസ്ഥാൻ. ഭീകരത പടർത്താനും ഇന്ത്യയിൽ കലാപമുണ്ടാക്കുകയുമാണ് പാക് ശ്രമമെന്നും പ്രധാനമന്ത്രി. हमारे पड़ोस का देश मानवता का विरोधी वो ऐसा देश है. പാക് ഭീകരർക്കും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിന്റെ വികസനം മുടങ്ങില്ലെന്നും മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും മോദി. नरेंद्र मोदी का वायदा है, मैं यहाँ विकास को रुकने नहीं दूंगा. यहाँ के नौजवानों को सपने पूरा करने से कोई भी वादा. ജമ്മു കാശ്മീരിൽ 46,000 കോടിയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. പാക് ഷെൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഷെൽ ആക്രമണത്തിൽ വീട് പൂർണ്ണമായി തകർന്നവർക്ക് 2 ലക്ഷം രൂപയും ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ജമ്മു കശ്മീരിന്റെ യാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് പാലവും കേബിൾ പാലവും രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയ്ക്കും ഇന്ന് തുടക്കം കുറിച്ചു. കശ്മീരിൽ വികസനത്തിന്റെ പുതുയുഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബിലേത്. ജമ്മു കശ്മീരിലെ താപനില വ്യതിയാനങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണം. ഈഫൽ ടവറിനെയും കുത്തബ് മീനാറിനേക്കാളും ഉയരം. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാം. 260 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ ചെറുക്കാനുള്ള ശേഷി ഉൾപ്പെടെ ഒട്ടേറെ സവിശേഷതകളാണ് ഈ ആർച്ച് ബ്രിഡ്ജിന് ഉള്ളത്. ഉദ്ഘാടനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർച്ച് ബ്രിഡ്ജ് സന്ദർശിച്ച് വിലയിരുത്തി. രാജ്യത്തെ ആദ്യ കേബിൾ പാലമായ അഞ്ചി ബ്രിഡ്ജും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശിവാലിക് പിർപ്പഞ്ചൽ മലനിരകളിലൂടെ നിർമ്മിച്ച ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പാതയിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ. जम्मू कश्मीर के आप सभी लोगों को और आप सबसे नरेंद्र मोदी का वायदा है, मैं यहाँ विकास को रुकने नहीं दूंगा. यहाँ के नौजवानों को सपने पूरा करने से कोई भी बाधा अगर रुकावट बनती है तो उस बाधा को पहले मोदी का सामना करना पड़ेगा. രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കശ്മീർ താഴ്വരയിലേക്ക് ട്രെയിൻ സർവീസ് സാധ്യമാകും. കശ്മീർ താഴ്വരയെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. 24 ഡൽഹി. തെന്നല ഇനി ഓർമ്മകളിൽ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണ പിള്ളയ്ക്ക് വീട്. നാളെ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ളയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചിച്ചു. കോൺഗ്രസിലെ സൗമ്യനായ നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, K മുരളീധരൻ, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, റോഷി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെ തെന്നലയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ആ തെന്നല കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെല്ലാം മാതൃകയാണ്.
കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് കാണുമ്പോൾ, ഇന്ത്യയിലെ രാഷ്ട്രീയം ഇന്ന് കാണുമ്പോൾ തന്നെയല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ മാതൃകയാണ് എൻ്റെ അഭിപ്രായം. തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാന്യനായ ഒരു നേതാവിനെയാണ് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ ജനകീയ മുഖമായിരുന്നു തെന്നലയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൃതദേഹം നാളെ രാവിലെ 10:30 മുതൽ KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദിരാഭവനിൽ അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. 24 തിരുവനന്തപുരം. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാഷ്ട്രപതിക്കയച്ച കത്തിലാണ് ഈ ആവശ്യം. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി P. പ്രസാദ് 24നോട് പറഞ്ഞു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ദിനാഘോഷത്തിനു മുൻപ് കാവി പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ആവശ്യം ന്യായീകരിച്ച് ഗവർണർ രംഗത്ത് വന്നെങ്കിലും പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറല്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന CPI ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടിയുടെ രാജ്യസഭാകക്ഷി നേതാവ് P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണർ പദവി തന്നെ അനാവശ്യമാണെന്നാണ് പാർട്ടി നിലപാടെന്ന് നേതൃത്വവും വ്യക്തമാക്കി. ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിന് ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. രാജ്ഭവനിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. വിവാദത്തിൽ രാജ്ഭവനിൽ നിന്ന് പുതിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ്. അറസ്റ്റിലായ RCB മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സോസാലയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അതിനിടെ സ്ഥാനത്ത് നിന്നും നീക്കി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സോസാലെ, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNAയുടെ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു, കിരൺ സുമന്ത് എന്നിവരെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തങ്ങളുടെ മേലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റിലായ നിഖിൽ സോസാലയും ഇതേ ആവശ്യവുമായി കോടതിയിലെത്തി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ആവശ്യപ്രകാരമാണ് തങ്ങളുടെ അറസ്റ്റെന്നായിരുന്നു ഇരുകൂട്ടരുടെയും വാദം. ഇടക്കാല ഉത്തരവിലൂടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ പരിധി വിട്ടുപോകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്ന ജൂൺ 16 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. നിഖിൽ സോസാലയുടെ ഹർജി പരിഗണിച്ച കോടതി ആവശ്യം ഉടനടി അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഡോക്ടർ K. ഗോവിന്ദരാജുവിനെ നീക്കി. RCBയുടെ ആഘോഷ ചടങ്ങുകൾ നടത്താൻ തിടുക്കം കൂട്ടിയത് K. ഗോവിന്ദരാജുവാണെന്നാണ് സൂചന. ഇതിനിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചിന്നസ്വാമി സ്റ്റേഡിയം സന്ദർശിച്ചു. വിമർശനങ്ങൾക്കപ്പുറം അറസ്റ്റിലേക്ക് കടന്നതോടെ സർക്കാരിനെതിരെ തിരിയുകയാണ് RCBയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇന്ന് കോടതിയിൽ പൊളിഞ്ഞത്. ഇത് ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ബംഗളൂരു. തമിഴ്നാട് ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിച്ചു. മൃതദേഹം രാത്രിയോടെ തൃശൂരിലെത്തിക്കും. കൈക്ക് പരിക്കേറ്റ ഷൈനും നടുവിന് പരിക്കേറ്റ ഷൈൻ്റെ അമ്മയും ആംബുലൻസിൽ തൃശൂരിലേക്ക് തിരിച്ചു. കർണാടക രജിസ്ട്രേഷൻ ലോറിയിൽ കാറിടിച്ച് രാവിലെയായിരുന്നു ഈ അപകടം. ബംഗളൂരുവിലേക്കുള്ള യാത്രയിലായിരുന്നു ഷൈൻ ടോമും കുടുംബവും.
തമിഴ്നാട് ദേശീയപാതയിൽ ധർമ്മപുരി പിന്നിട്ട് പാലാക്കോട് രാവിലെ 6:30. മുന്നിൽ പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ലോറിക്ക് പിന്നിലേക്ക് കുടുംബം സഞ്ചരിച്ച കാർ ഇടിച്ചു കയറി. നടുവിലെ സീറ്റിലിരുന്ന പിതാവ് ചാക്കോയുടെ തല മുൻ സീറ്റിലിടിച്ചു. സംഭവസ്ഥലത്ത് തന്നെ ജീവൻ നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന മാതാവിന് ഇടുപ്പിൽ പരിക്കേറ്റു. പുറകിലെ സീറ്റിൽ ഉറങ്ങുകയായിരുന്ന ഷൈനിന്റെ തോളലിനും കൈക്കും പരിക്കുണ്ട്. ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന സഹോദരനും സുരക്ഷിതർ. லாரி முன்னாடி போயிட்டு இருந்துச்சு, பின்னாடி இது காரு போயிட்டு இருந்துச்சு. அப்போ வந்து இவர் பின்னாடியே போயிட்டு இருந்தார். டயரு பெஸ்ட் ஆயிடுச்சு, வெயிட் ஆயிடுச்சு. அதில் வந்து ஸ்லிப் ஆகிட்டு லாரி பேக் சைடு லெஃப்டில் டச், வண்டிக்கு காருக்கு டச் ஆகிட்டு அப்புறம் அந்த சைடில் கட்டை இருக்குதுங்க இல்லைங்களா, அந்த கட்டைக்கு இடிச்சிருச்சு. പരിക്കേറ്റവരെ തൊട്ടുപുറകെ വന്ന കേരള രജിസ്ട്രേഷൻ കാറിൽ ധർമ്മപുരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പിതാവ് ചാക്കോയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഷൈനിനും മാതാവിനും തൃശൂരിലെ ആശുപത്രിയിൽ തുടർ ചികിത്സ നൽകും. വിദേശത്തുള്ള മക്കൾ മടങ്ങി വരുന്നതുവരെ ചാക്കോയുടെ മൃതദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. 24 ധർമ്മപുരി. മലപ്പുറം നിലമ്പൂർ അമരമ്പലത്ത് 25ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെയാണ് ഈ നടപടി. 24ഓളം പന്നികളെയാണ് വെടിവെച്ചത്. നമുക്കറിയാം, ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം. അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറേ ആക്സിഡൻറ്റുകളും ആളുകളൊക്കെ മരണപ്പെടുന്നത് വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ RRT ടീം ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഇത് നടപ്പാക്കിയത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. സമീർ, ഇതിപ്പോൾ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ് ഈ വന്യമൃഗശല്യം. അതൊരു ഭാഗത്ത് ആ രീതിയിൽ തന്നെ പ്രചാരണായുധമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കൃഷിക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം അത് ഈ കാട്ടുപന്നികളുടെ ആക്രമണമാണ്. അതോടൊപ്പം തന്നെ കൃഷിനാശവും. അതിലിപ്പോൾ ഒരു പരിഹാരം എന്നോണമാണോ ഈ നടപടി പഞ്ചായത്ത് സ്വീകരിച്ചത്? അവിടെ പ്രജിൻ, അമരമ്പലം പഞ്ചായത്തിൽ വ്യാപകമായി കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിന്നായി 25ഓളം കാട്ടുപന്നികളെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. വനം വകുപ്പ് അതോടൊപ്പം തന്നെ ഈ വെടിവെക്കാൻ അനുമതിയുള്ള ആളുകളും എത്തിയാണ് ഇത്തരത്തിൽ കാട്ടുപന്നികളെ വിവിധയിടങ്ങളിൽ നിന്നായി വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഈ കൃഷിക്ക് പുറമെ ഈ യാത്രക്കാരെയും ഒക്കെ തന്നെ പന്നി ഇടിച്ച് കർഷകരെയും പന്നി ആക്രമിച്ച് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളടക്കം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടിയിലേക്ക് ഈ അധികൃതർ കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ കൊന്നൊടുക്കിയ പന്നികളെ വനം വകുപ്പ് എത്തി പരിശോധന നടത്തി ഇവരെ സംസ്കരിച്ചിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും. ഇനി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക. UDFന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക തീർത്തതിന് തെളിവ് ആവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് രംഗത്ത് വന്നു. സമയത്ത് പെൻഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ തരക്കേടില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. ചില ക്ഷേമ പെൻഷനിൽ മാത്രമാണ് കുടിശ്ശികയുള്ളതെന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതിരോധം. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നത് കൈക്കൂലിയാണെന്ന KC വേണുഗോപാലിന്റെ പരാമർശമാണ് പെൻഷൻ വിഷയം നിലമ്പൂരിൽ പ്രധാന വിഷയമാകാൻ കാരണം. വികസന ക്ഷേമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ പറ്റിയ അവസരമായി കണ്ട CPM നേതൃത്വം UDF കാലത്തെ കുടിശ്ശികയുടെ കണക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. പെൻഷൻ വിഷയത്തിൽ ബഹുജന സംഘടനകൾ രംഗത്തിറക്കി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് CPMന്റെ രാഷ്ട്രീയ നീക്കം. നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അറിയാം, ഈ പെൻഷൻ നേരത്തിന് കൊടുക്കാത്തതിൽ റെക്കോർഡിട്ട് അവർ ഭരണം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തിന് ഇത് ഒരിക്കലും കൊടുക്കില്ല. അധികാരം വിട്ടൊഴിഞ്ഞു പോയ ഇതിനു മുമ്പുള്ള UDF ഗവൺമെന്റ് 18 മാസക്കാലത്തെ പെൻഷനാണ് കൊടുക്കേണ്ടിരുന്നത്. 18 മാസം. ഇടതുകാലത്തെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രത്യാക്രമണം. മറ്റു വിഷയങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പരാമർശം ആളിക്കത്തിക്കാൻ നോക്കുന്നതെന്നും ഐക്യമുന്നണി നേതൃത്വം തിരിച്ചടിക്കുന്നു. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെന്റ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന UDF വാദത്തെ പ്രതിരോധിക്കാൻ LDF സ്ഥാനാർത്ഥിയും ശക്തമായി രംഗത്തുണ്ട്.
UDFിൻ്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF ആണ് കുടിശ്ശിക തീർത്തത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. 2014 സെപ്റ്റംബർ മുതൽ കുടിശ്ശികയായിരുന്ന പെൻഷൻ തുക വിതരണം ചെയ്തതിന് തെളിവ് കാണിക്കാൻ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. 2014 ഓഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് തപാൽ വഴി വിതരണം ചെയ്ത പെൻഷൻ എത്ര പേർക്ക് കിട്ടിയെന്നതിന് തെളിവുണ്ടോ എന്നും ഐസക് ചോദിക്കുന്നു. 24 തിരുവനന്തപുരം. ബക്രീദ് അവധിയിലെ ആശയക്കുഴപ്പത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സർക്കാരിന്റെ ഈ നിലപാടെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. എല്ലാറ്റിലും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുകയാണ് UDF എന്ന് CPIM ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പുതിയ ചർച്ചയാവുകയാണ് അവധി വിവാദവും. ഒഴിവാക്കാമായിരുന്ന ആശയക്കുഴപ്പം വിവാദത്തിലെത്തിച്ചത് സംസ്ഥാന സർക്കാരാണ്. ബക്രീദ് അവധി കലണ്ടറിൽ വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയാണ് ബക്രീദ് എന്ന് മതപണ്ഡിതർ അറിയിച്ചിട്ട് ദിവസം 10 കഴിഞ്ഞു. അവസാന മണിക്കൂറിൽ വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയാക്കി സർക്കാർ അറിയിപ്പ്. ഇതോടെ ആശയക്കുഴപ്പം ശക്തമായി. രാത്രിയായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധിയെന്ന പ്രഖ്യാപനമെത്തി. പൊതു അവധി റദ്ദാക്കിയതിൽ മാറ്റവുമില്ല. ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷം വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജും CPIM നേതാക്കളും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഓരോന്നിൻ്റെയും മേലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വേഷമാണ്. വിവാദം അനാവശ്യമായി വരുത്തിവെച്ചതെന്ന ചിന്തയാണ് നിരവധി ഇടതു നേതാക്കൾക്ക്. വീഴ്ചയ്ക്ക് കുറ്റപ്പെടുത്തുന്നത് പൊതുഭരണ വകുപ്പിനെയും. പ്രതിപക്ഷമാകട്ടെ വീണുകിട്ടിയ അവസരമായാണ് അവധി വിവാദത്തെ കാണുന്നത്. 24 നിലമ്പൂർ. നാളെ ബലിപെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ. പുത്തൻ പുടവകളും അത്തറും വാങ്ങാൻ കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളികളും ഒരുങ്ങി. ഗൾഫ് നാടുകൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. UAE പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ബലിപെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. പുതിയ വസ്ത്രങ്ങളണിഞ്ഞും മൈലാഞ്ചിയിട്ടും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. എല്ലാവരും കുടുംബത്തോടെ എത്തുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്ക്. പുത്തൻ മോഡലുകളുമായി വസ്ത്രാലയങ്ങൾക്കൊപ്പം ആഭരണശാലകളും ചെരുപ്പുകടകളും അത്തറുകടകളും സജീവം. ഷറായി പോകുന്നു. എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും തന്നെ പർച്ചേസിങ്ങിലാണ്. ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാം കിട്ടും, അതാണ് ഒരു പ്രത്യേകത. ഷർട്ട്, പാന്റ്, ചുരിദാർ, പർദ്ദ, സാരി തുടങ്ങി എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. ബിരിയാണി ഉണ്ടാക്കണം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഡ്രസ്സ് കുറേ വാങ്ങിയിട്ടുണ്ട്, മക്കൾക്കുള്ള ഡ്രസ്സ് വാങ്ങും. വിവിധ വർണ്ണങ്ങളിൽ കൗതുകം ഉണർത്തുന്ന ശേഖരമാണ് കുട്ടികൾക്കുള്ളത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ ഇമാമുമാർ നേതൃത്വം നൽകും. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണകളുമായി വിശ്വാസികൾ പെരുന്നാളിനുള്ള ഒരുക്കത്തിലാണ്. ബലികർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും തകർത്തി. കോഴിക്കോട് നിന്ന് ഷിജു ചവർക്കൊപ്പം സമീസ് മുഹമ്മദ്, 24. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി. ടെലികോം മന്ത്രാലയം ലൈസൻസ് കൊടുത്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഉടൻ യാഥാർത്ഥ്യമാകും. അപേക്ഷ നൽകിയാൽ 20 ദിവസത്തിനകം ട്രയൽ സ്പെക്ട്രം സ്റ്റാർലിങ്കിന് ലഭിക്കും. ഇന്ത്യയിൽ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും സ്റ്റാർലിങ്കുമായി നേരത്തെ കരാർ ഒപ്പുവച്ചിരുന്നു. ഇരുവരുമാവും സ്റ്റാർലിങ്കിന്റെ ഉപകരണങ്ങൾ ഇന്ത്യയിൽ വിൽപ്പന നടത്തുക. മൊബൈൽ ടവറുകൾ ഇല്ലാത്ത വിദൂര മേഖലകളിലാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം കൂടുതൽ പ്രയോജനപ്പെടുക.